വേണ്ട. ഇനിയാണ് അതിൻ്റെ ഡിസിഷൻ എങ്ങോട്ട് പോകും. താഴെ ക്ലോസ് ചെയ്താൽ താഴോട്ടാണ് ചാൻസ് കൂടുതൽ കേട്ടോ. അതായത് ഇതിൻ്റെ താഴെ വരണം. അതായത് ഈ ലൈനിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ ഓഫ് ചേഞ്ച് ആയി തുടങ്ങി. കൺഫേം ഒന്നും പറയാൻ പറ്റൂല, കാരണം ഇത് അങ്ങനത്തെ ഒരു സോണാണിത്. അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ത്രില്ലടിച്ചിരിക്കുകയാണ്. അടുത്ത് എന്തിനു വരുമോ പോയി ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിന് പോയി ചെയ്യണം. നോക്കട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി. മുട്ടയരിയതോട് കിണ്ടാൻ വേണ്ടിയാണ് റെഡിയാക്കി കേട്ടോ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, അഡ്ജസ്റ്റ് എല്ലാം ചെയ്ത്. ഇനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നും കൂടി ചെക്ക് ചെയ്ത് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വേറെ കുഴപ്പമില്ല. ഇനി പോയി മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യണം. ഒരു കാര്യമില്ല കേട്ടോ, അവിടെ കിടന്ന് മൂവ്മെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ നിന്ന് ട്രേഡ് ചെയ്തോ അവിടെ നിന്ന് അടിച്ചോളും. അങ്ങനത്തെ ഒരു പൊസിഷനിലിരിക്കുന്നതാണ്. വേറെ ഒന്നും വിചാരിക്കില്ല സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നീ ഇവിടെ നിന്ന് എൻട്രി എടുത്തതാണ്, അതിൻ്റെ താഴെ പോയിട്ടില്ല അത്. ഓക്കെ, ഇൻകേസ് റീടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ അങ്ങോട്ടത്തേക്ക് നീക്കി വരിക. ഞാൻ ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്. സ്റ്റോപ്പ് ലോസ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മനസ്സിലായോ? ഇനി ഇത് കുറച്ചും കൂടി മൂവ്മെൻ്റ് ആകുമ്പോൾ ഒരു പാർസൽ എക്സെറ്റ് ചെയ്യണം. ഒരു 50% എക്സെറ്റ് ചെയ്താൽ ടെൻഷൻ ഇല്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാമെന്നാണോ നോക്കാം. പാർസൽ എക്സൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് പാർസൽ എക്സൈറ്റ് ആയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസിന് താത്ത് വെച്ചിരിക്കുന്ന സംഭവം ഇതാണ്. സ്റ്റോപ്പ് ലോസ് ചുമ്മാ ഇരിക്കുന്നതാണ്. ഞാൻ കറക്റ്റ് അത് എടുത്ത് വയ്ക്കുകയാണ്, കാരണം ഇത് കാണാൻ പറ്റില്ല, അതാണ് മനസ്സിലായത്. സഡൻ എൻട്രി ആയണ്ട അതാണ്. റണ്ണിങ്ങിൽ എൻട്രി അടിച്ചതല്ലേ. റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്നറിയാവോ? ഉണ്ടാ 1:8 അടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പാർഷ്യൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതടുത്ത് ഒന്നും കൂടി കയറി ഇതിൻ്റെ മേലെ കയറിയതിനു ശേഷം ഒരു 25 കൂടി ഇറക്കാം. പിന്നെ 25 ഇട്ടിരിക്കും. അടുത്ത സ്റ്റോപ്പ് ലോസ് ഷിഫ്റ്റും ചെയ്യാം കേട്ടോ. സ്റ്റോപ്പ് ലോസും ഇവിടെയും വയ്ക്കും. അയ്യോ, മേളിൽ കയറ്റണം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അത് കയറ്റണം. സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്, ഇത് നോക്കണ്ടായി. ഓക്കെ, ഇത് കുറച്ചും കൂടി മേളിൽ കയറട്ടെ. എന്നാലേ പാർസൽ ഒരു പാർസലും കൂടി ഉണ്ടല്ലോ, ഒരു 50% കൂടി ഉണ്ട്. അത് ഇതിന് മേലെ ക്ലോസ് ആയതിനു ശേഷം 25 ഇറക്കാം. പിന്നെ 25 വെച്ചിരിക്കും. ഓക്കെ, 25 ഇറക്കാൻ സമയമായി. എല്ലാം ഇറക്കണം. 25 ഇറക്കും. 25 ഇറക്കി. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. 25 ഇട്ടിരിക്കുക. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുക. 25ൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ, അത് ഇവിടെ വയ്ക്കുക. ഇനി ഒരു 25 ഉള്ളൂ, വെയിറ്റ് ചെയ്യുക. അടിപൊളി ട്രേഡായിരുന്നു, സൂപ്പർ ട്രേഡ്. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഏകദേശം ഈ ട്രേഡിന് വേണ്ടി 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തെടുത്ത് ക്യാച്ച് ചെയ്ത ട്രേഡാണ്. ഇന്നലത്തെ പോലെ മേലോട്ട് കയറണം. 120 പിപ്പായി കേട്ടോ. 120 പിപ്പതുണ്ട്, അല്ല 130 പിപ്പ് അടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ എവിടെയാണ് ഇരിക്കുന്നത്. വെയിറ്റ് മാക്സിമം ഹൈ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്. മാക്സിമം ഹൈ വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ.
കാരണം 5 മിനിറ്റ് എടുക്കുമ്പോൾ കാണാൻ പറ്റും. കണ്ടാ ലൈന് കണ്ടാ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞോളൂ. വെയിറ്റ് ചെയ്യുക. ആ ക്യാൻഡിലും കൂടി നോക്കിയിട്ട് തട്ടിയിട്ടില്ല. ആ ക്യാൻഡിലും കൂടി നോക്കിയിട്ട് സ്റ്റിൽ വാച്ചിങ് നോക്കാം. ഇനി വന്നാൽ അതിൻ്റെ താഴെ എസ് തട്ടിയാലും കുഴപ്പമില്ല, മേളിൽ പോയാലും കുഴപ്പമില്ല. മേളിൽ പോയാൽ എസ് ഒന്നും കൂടി മേളിലാക്കും, അല്ലെങ്കിൽ എസ് റിസ്ക് നോക്കിയാ 1:12 അടുപ്പിച്ചു. റണ്ണിങ്ങിൽ എൻട്രി അടിച്ചതല്ലേ, റിസ്ക് ഇല്ല. ഇതിൽ കാണിക്കാൻ പറ്റാത്തതാണ്, കാരണം മനസ്സിലായതാണ്. പട്ടേന്ന് എൻട്രി കിട്ടിയാട്ടാ. കുറച്ച് ലേറ്റായി പോയി, പിന്നെ കുഴപ്പമില്ല. കാരണം ഇനി വിശ്വാസം പോലെയായിരുന്നു. മാച്ച് വീണ്ടും താഴെ വരുമെന്ന്, അതുകൊണ്ട് ഞാൻ അവിടെ തൊടാത്തായിരുന്നു. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. 1:13 ഒക്കെ 100 ആയിരുന്നു. ഫുള്ള് വെളുത്തു കേട്ടാ. പൈസ എന്തോന്നു ഇവിടെ നന്നായിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സമയം. സൂര്യനൊക്കെ നേരത്തെ വന്നു കേട്ടാ. എല്ലാവരും ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവരും ഗുഡ് മോർണിംഗ്. ഇവിടെ എന്തോ വേദന കേട്ടാ, കുരു പോലെ വന്നെന്തോ. പിന്നെ പോയി ചെടിയൊക്കെ നോക്കി സെറ്റാക്കട്ടെ. ഇനി അടുത്ത് നേരെ പോയി മൊബൈലൊക്കെ ഒന്ന് ചാർജ് വിട്ട് സെറ്റാക്കണം. ബാക്കിയൊന്നും പരിപാടിയൊന്നുമില്ല. ബാക്കി തന്നെ പരിപാടി ചെടിയുള്ള നോർമല് ഡെയിലി ഉള്ള പരിപാടി തന്നെ. വെറൈറ്റി ആയിട്ടൊന്നും ഫുഡ് റെഡി ആകുന്ന കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയതുകൊണ്ട് കഴിച്ചില്ലായിരുന്നു. ഇനി ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ കഴിച്ച് റൈസ് പിന്നെ കഴിക്കും. ഈ ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്. കുളിച്ചിട്ട് ഡ്യൂട്ടി കയറേണ്ട പ്ലാൻ അങ്ങോട്ട്. ഭയങ്കര ടെമ്പറേച്ചർ കേട്ടോ. റെഡി ആക്കി കേട്ടോ. കഴിക്കണം. പിന്നെ എൻ്റെ കസിന് നാട്ടിലോട്ട് പോകണമെന്നാ രാവിലെ മെസ്സേജ് ഇട്ടിരുന്നു. ഇനി ഇത് കഴിച്ചിട്ട് നേരെ ഡ്യൂട്ടിയിൽ കയറട്ടെ. നേരെ കയറാണ് ഡ്യൂട്ടിക്ക്. ടൈമായി പറഞ്ഞേ ഉള്ളൂ. അവിടെ ചെന്നിരിക്കാന്ന് വിചാരിച്ചു. കുറച്ച് ചോപ്പെങ്കിലും ഉണ്ട്. ഇനി ഞാൻ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫുൾ അനാലിസിസ് ചെയ്തിട്ട് ബാക്കി നോർമൽ ബേസ് ഒന്നും കുഴപ്പമില്ല. ബാക്കിയെല്ലാം സെറ്റാണ്. ഇൻലെറ്റ് ഔട്ട്ലെറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ചെയ്യൂല. വൈകുന്നേരം ഏകദേശം എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. യൂറോ, BTC, ഗോൾഡ്, സിൽവർ ഞാൻ ഒന്നും ചെയ്യില്ല, നോക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. സിൽവറിൽ ഇപ്പോൾ ഒന്നും ചെയ്യില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് നോക്കിയിട്ടിരിക്കുകയുള്ളൂ. ഇതിലൊക്കെ ട്രേഡ് വരുമ്പോൾ ഒന്നിച്ചാണ്, ഒറ്റ അടിയിലാണ് പറഞ്ഞത്. ഒന്ന് ആ സമയത്ത് ഗോൾഡ് നോക്കുക, അല്ലെങ്കിൽ എങ്കിലും ശ്രദ്ധിക്കുക. അതെ വാച്ച് എന്തായാലും ഇപ്പൊ ഒന്നും ഞാൻ ചെയ്യൂലേ. ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ട് ട്രേഡ് ചെയ്യുള്ളൂ. ജസ്റ്റ് നോക്കണം, എൻ്റെ പാറ്റേൺ നോക്കുക. മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ ഞാൻ പാറ്റേൺ നോക്കുക. ട്രേഡ് പിന്നെ ചെയ്യും. കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു നല്ല മൂവ്മെന്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ സമയമൊക്കെ ആകുമ്പോൾ നല്ലൊരു മൂവ്മെന്റ് ക്യാപ്ചർ ആവുന്നുണ്ട്. ഇതുവരെ ക്യാപ്ചർ ആയിട്ടില്ല. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കാം. നോക്കി ഇത്രയും വെയിറ്റ് ചെയ്ത് പോറെ. നല്ലൊരു മൂവ്മെന്റ് കിട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു മൂവ്മെന്റ് ഉണ്ട്, എനിക്കറിയാം. പക്ഷേ ഇത്രയും വെയിറ്റ് ഡ്യൂട്ടി ഇരിക്കുകയല്ല. അപ്പോൾ ഫുള്ളൊന്ന് റൗണ്ട് അടിച്ചിട്ട് ഇവിടെയും കുഴപ്പമില്ല കേട്ടോ. സെറ്റാണ് ഇവിടെയും കുഴപ്പമില്ല കേട്ടോ. ഇന്നത്തെ ദിവസത്തിന്റെ രീതി നോക്കി കഴിഞ്ഞാൽ ഒറ്റ ട്രേഡേ കിട്ടിയിട്ടുള്ളൂ. നല്ലത്. ഞാൻ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ട്രേഡും കൂടി എടുക്കണോ ഇല്ലയോ എന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നടക്കണമല്ല,
നല്ലൊരു മൂവ്മെന്റ് കിട്ടണമെങ്കിൽ ഒരെണ്ണം എടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ കാണുന്ന സ്റ്റെപ്പിൽ എൻ്റെ അനാലിസിസ് ഓക്കെ ആണെങ്കിൽ എടുക്കണം, ഇല്ലെങ്കിൽ ഈ സംഭവം അത് പറഞ്ഞു തരാൻ പറ്റണില്ല, അതാണ് വിഷയം. നല്ലൊരു രീതിയിൽ എക്സ്പ്ലനേഷൻ അതിൽ കൂടി കിട്ടണില്ല. അതും കൂടി ഒന്ന് ഞാൻ പെർഫെക്റ്റ് ആക്കി എടുക്കണം, എന്നാ പൊളിക്കും. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി പോയി മീറ്ററിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ആക്കട്ടെ. റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ, മീറ്ററിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്, എല്ലാം എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് എഡിറ്റ് ചെയ്യുക, ഇൻലെറ്റും ഔട്ട്ലെറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുക. ചെയ്യാനുണ്ടെങ്കിലല്ല ചെയ്യാനുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം പോകാതെ തന്നെ, പിന്നെ കോളും കൂടി വരും. വേറെ പരിപാടിയൊന്നുമില്ല. ദിവസമൊക്കെ പെട്ടെന്ന് പോകണം. സാലറി ഇതുവരെ വന്നിട്ടില്ല. നാളെ എൻ്റെ അറിയില്ല, നാളെ ചിലപ്പോൾ വരും, ചാൻസ് ഉണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.